എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്ന ട്രേസർ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ റസ്റ്റിക്കേറ്റഡ് ജോയിന്റ് ഇൻ മാസണറി? താഴെ തന്നിരിക്കുന്നതിൽ സ്റ്റോൺ മാസണറിയിൽ റസ്റ്റിക്കേറ്റഡ് ജോയിന്റ് അല്ലാത്തത് ഏതാണ്? ക്രാംഡ് ജോയിന്റ്, വി ജോയിന്റ്, ചാനൽഡ് ജോയിന്റ്, വി ആൻഡ് ചാനൽഡ് ജോയിന്റ്. ഇതിൽ ഏതാണ് റസ്റ്റിക്കേറ്റഡ് ജോയിന്റ് അല്ലാത്തത്? റസ്റ്റിക്കേറ്റഡ് ജോയിന്റ് അല്ലാത്തത് ഓപ്ഷൻ എ ക്രാംഡ് ജോയിന്റ് ആണ്. ക്രാംഡ് ജോയിന്റ് ആണ് റസ്റ്റിക്കേറ്റഡ് ജോയിന്റ് അല്ലാത്തത്. ഇനി എന്താണ് ഈ റസ്റ്റിക്കേറ്റഡ് ജോയിന്റ് എന്ന് നോക്കാം. അതായത് ചില സമയത്ത് മാർജിൻ അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ എഡ്ജസോ നമ്മൾ പ്ലിൻത്തോ അതേപോലെ തന്നെ ലോവർ സ്റ്റോറീസിൻ്റെ ഔട്ടർ വാളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഈ യൂസ് ചെയ്യുന്ന ഈ ഔട്ടർ വാൾസ് ആയിട്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഈ സ്റ്റോണുകൾ അതിൻ്റെ എഡ്ജസ് സാധാ ജനറൽ ലെവലിനേക്കാളും ബിലോ ആയിട്ട് അത് സങ്ക് ചെയ്ത് പോകാറുണ്ട്, താഴ്ന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജോയിൻറ്റിനെയാണ് നമ്മൾ റസ്റ്റിക്കേറ്റഡ് ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സംടൈംസ് ദ മാർജിൻസ് ഓർ എഡ്ജസ് ഓഫ് ദ സ്റ്റോൺസ് യൂസ്ഡ് ഫോർ പ്ലിൻത്ത് ഔട്ടർ വാൾസ് ഓഫ് ലോവർ സ്റ്റോറീസ് ആർ സങ്ക് ബിലോ ദ ജനറൽ ലെവൽ. ഇതിൽ 3 ഫോംസ് ഓഫ് റസ്റ്റിക്കേറ്റഡ് ജോയിൻറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് ചാനൽ ജോയിൻറ്റ്, വേറൊന്ന് വി ജോയിൻറ്റ്, വി ആൻഡ് ചാനൽഡ് ജോയിൻറ്റ്. ഓക്കെ, അപ്പോൾ റസ്റ്റിക്കേറ്റഡ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റോൺസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ഔട്ടർ വാൾസ് ഓഫ് ലോവർ സ്റ്റോറീസ് ദേ ആർ സംടൈംസ് സങ്ക് ബിലോ ദ ജനറൽ ലെവൽ. അങ്ങനെയുള്ള ജോയിൻറ്റിനെയാണ് നമ്മൾ റസ്റ്റിക്കേറ്റഡ് ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നത് വി ജോയിൻറ്റ്, ചാനൽഡ് ജോയിൻറ്റ്, വി ആൻഡ് ചാനൽഡ് ജോയിൻറ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ റസ്റ്റിക്കേറ്റഡ് ജോയിന്റ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ക്രാംഡ് ജോയിന്റ് ആണ് റസ്റ്റിക്കേറ്റഡ് ജോയിന്റ് അല്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മൗൾഡഡ് വുഡൻ സ്ട്രിപ്പ് ഫിക്സഡ് റൗണ്ട് എ ഡോർ ഫ്രെയിം ടു ഇംപ്രൂവ് ദ അപ്പിയറൻസ്? ഒരു ഡോർ ഫ്രെയിമിൻ്റെ ചുറ്റും ഘടിപ്പിക്കുന്ന വുഡൻ സ്ട്രിപ്പിന് പറയുന്ന പേരെന്താണ്? ഫാൻ ലൈറ്റ്, നോസിങ്, ആർക്കിട്രേവ്, വെനീഷ്യൻ വിൻഡോ. The molded wooden strip fixed around a door frame to improve the appearance is known as architrave എന്നാണ് അതിനെ പറയുന്നത്. ഡോർ ഫ്രെയിമിൻ്റെ ചുറ്റും ഘടിപ്പിക്കുന്ന വുഡൻ സ്ട്രിപ്പിനെ പറയുന്ന പേര് ആർക്കിട്രേവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ 4 സെൻറ്റേർഡ് ആർച്ച്? താഴെ തന്നിരിക്കും 4 സെൻറ്റേർഡ് ആർച്ച് ഏതാണ്? സെമി എലിപ്സ്, ഫ്ലോറന്റൈൻ, ലാൻസെറ്റ് ആർച്ച്, വെനീഷ്യൻ ആർച്ച്. ഇതിൽ ഏതാണ് 4 സെൻറ്റേർഡ് ആർച്ച്? വെനീഷ്യൻ ആർച്ചാണ് 4 സെൻറ്റേർഡ് ആർച്ച്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. 4 സെൻറ്റേർഡ് ആർച്ച് ഏതാണ്? വെനീഷ്യൻ ആർച്ചാണ് 4 സെൻറ്റേർഡ് ആർച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് കോമ്പാക്റ്റഡ് ഗ്രാവൽ ആൻഡ് മൂറം ഈസ് ഡാഷ് കിലോന്യൂട്ടൺ പെർ മീറ്റർ. കോമ്പാക്റ്റഡ് ഗ്രാവൽ ആൻഡ് മൂറത്തിൻ്റെ മാക്സിമം സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 250, 350, 400 ആൻഡ് 450. ഇതിൽ ഏതാണ് കോമ്പാക്റ്റഡ് ഗ്രാവൽ ആൻഡ് മൂറത്തിൻ്റെ മാക്സിമം സേഫ് ബെയറിംഗ് കപ്പാസിറ്റി? 450 കിലോന്യൂട്ടൺ പെർ മീറ്റർ ആണ് കോമ്പാക്റ്റഡ് ഗ്രാവൽ ആൻഡ് മൂറത്തിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. 450 കിലോന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ DPC ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡഡ് ടു എ ഫൗണ്ടേഷൻ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ വാട്ടർ. ഗ്രാവിറ്റേഷണൽ വാട്ടറിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം ഫൗണ്ടേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന DPC ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഡാം പ്രൂഫ് ഫോഴ്സ്. DPC എന്ന് വെച്ചാൽ ഡാം പ്രൂഫ് കോഴ്സാണ്. അപ്പോൾ അതിന് DPC ട്രീറ്റ്മെൻറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻറ്റഗ്രൽ ഡാം പ്രൂഫിംഗ്, അസ്ഫോൾട്ട് ടാങ്കിങ്, എയർ ഡ്രെയിൻ, നൺ ഓഫ് ദി എബവ്. ഗ്രാവിറ്റേഷണൽ വാട്ടറിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന DPC ട്രീറ്റ്മെൻറ്റ് ആണ് എയർ ഡ്രെയിൻ എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, എയർ ഡ്രെയിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്